1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമാണ്. അതൊരിക്കലും നീങ്ങിപ്പോകാത്തതാണ്, നിത്യമാണ്, നിലനിൽക്കുന്നതാണ്. എന്നാൽ ഈ ലോകസ്നേഹം അങ്ങനെയാണോ? ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട പല വാർത്തകളും നമ്മുടെ ഹൃദയത്തെ ഒത്തിരി തകർത്തില്ലേ? മനസാക്ഷിയെ ഒത്തിരി കുത്തി മുറിവേൽപ്പിച്ചില്ലേ? നൊന്ത് പ്രസവിച്ച അമ്മ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊല്ലുന്നു, കടൽ ഭിത്തിയിൽ അടിച്ചു കൊല്ലുന്നു. അതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മകനെ അപ്പൻ മഴ കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. അങ്ങനെ ജനിപ്പിച്ച മക്കളെ നിഷ്കരുണം കൊന്നു തള്ളുന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം എന്ന് ചോദിച്ചാൽ, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊരു അപ്പനുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ആ പിതൃസ്നേഹവും മാതൃസ്നേഹവും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു ഓർക്കുന്നു. 40 വർഷം മുൻപ് ഒരമ്മ തൻ്റെ പെൺകുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് മറ്റൊരു ജീവിതം തേടിപ്പോയി. ആ കുഞ്ഞിനെ ഒരു വിദേശീയരായ മാതാപിതാക്കൾ ദത്തെടുത്ത് അവരുടെ മകളായി വളർത്തി. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ആഗ്രഹം തൻ്റെ അമ്മയൊന്ന് വന്ന് കാണണമെന്ന്. കണ്ടുപിടിക്കാൻ യാതൊരു നിർവാഹവുമില്ലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ചില നാളുകൾ അലഞ്ഞ് ആ അമ്മയെ കണ്ടെത്തിയപ്പോൾ ആ അമ്മ എവിടെയായിരുന്നു എന്നറിയാമോ? ആ അമ്മ മറ്റൊരു അനാഥാലയത്തിലായിരുന്നു. പ്രിയമുള്ളവരെ, ലോകസ്നേഹം ഇങ്ങനെയൊക്കെയാണ്, താൽക്കാലികമാണ്. സ്നേഹമുണ്ടെന്ന് പറയും, സ്നേഹിക്കുന്നു എന്ന് പറയും, പക്ഷേ അത് അന്ത്യത്തോളം ഒന്നും നിൽക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? തൻ്റെ ജീവൻ തന്നും ആ ദൈവം നിങ്ങളെ സ്നേഹിച്ചു. തൻ്റെ രക്തം ചൊരിഞ്ഞും ആ ദൈവം നിങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ഈ ഭൂമിയിൽ മക്കളെന്ന് നമുക്ക് വിളിക്കപ്പെടാൻ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നമ്മളെ ആരും മക്കളെന്ന് ഒരുപക്ഷെ ഈ ഭൂമിയിൽ വിളിക്കാൻ ഇല്ലായിരിക്കാം. പക്ഷേ വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ മക്കളെന്ന് വിളിക്കാൻ, മക്കളെന്ന നിലയിൽ തന്റെ മാർവോട് ചേർത്തണയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോവാം. ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങളൊന്ന് ചേർന്നു പോവാം. ആ ദൈവം നിങ്ങളെ വിളിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.